ദൈവനാമത്തിന് മഹത്വം. യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഹർമഗദോൻ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കുവാൻ ഇസ്രായേലിന് അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി അക്ഷരീകമായി അവർക്ക് ആ രാജ്യം നൽകുവാനായിട്ട് മശിഹ ഇറങ്ങി വരുന്ന രംഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പരിശോധിച്ചത്. ഇന്ന് ഒലിവുമല പ്രഭാഷണത്തിൽ തൻ്റെ ഇറങ്ങി വരവിനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ ഒരു ഭാഗം അത് ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാമെന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള ഭാഗത്താണ് മഹാപീഡനാനന്തരം കർത്താവ് ഇറങ്ങി വരുന്ന ആ രംഗത്തെക്കുറിച്ച് കർത്താവ് താൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ആ ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അപ്പോൾ തൻ്റെ പുനരാഗമനത്തെക്കുറിച്ച്, മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച്, പീഡനാനന്തരമുള്ള തൻ്റെ വരവിനെക്കുറിച്ച്, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ എന്നാണ് 29-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. അപ്പോൾ ആ മടങ്ങി വരവിനെക്കുറിച്ച് കർത്താവ് താൻ തന്നെ പ്രതിപാദിക്കുന്ന ഒരു രംഗമാണ്. ഇതേ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ്: അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ അറുതി വരെയും, ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അപ്പോൾ ഹർമഗദോൻ യുദ്ധത്തിന് സമാപ്തി കുറിക്കുവാനായിട്ട് കർത്താവ് ഇറങ്ങി വരുമ്പോൾ ആ യുദ്ധാനന്തരം നടക്കുന്ന ഒരു സംഗതിയാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വ്രതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അപ്പോൾ കർത്താവ് തൻ്റെ വ്രതന്മാരെ കൂട്ടിച്ചേർക്കുകയാണ്. മത്തായിയും മർക്കോസും അത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ലൂക്കോസ് ആ ഭാഗം അല്പം വ്യത്യസ്തമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാം വിശദീകരിക്കുന്ന ആശയത്തിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ആ വാക്യം കൂടെ ഞാനൊന്ന് വായിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. അടുത്ത ഭാഗം: ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. മത്തായിയും മർക്കോസും തൻ്റെ വൃതന്മാരെ കൂട്ടിച്ചേർക്കും എന്ന് രേഖപ്പെടുത്തിയപ്പോൾ അതേ ഭാഗം ലൂക്കോസ് പറയുന്നത് നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നു. അപ്പോൾ വൃതന്മാരുടെ കൂട്ടിച്ചേർക്കൽ എന്നതുകൊണ്ട് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് ആണ് അർത്ഥമാക്കുന്നത്. സഭ മഹാപീഡനം അനുഭവിക്കേണ്ടി വരും എന്ന ചിന്താഗതിയുള്ളവർ വളരെ വികലമായിട്ടാണ് ഈ ഭാഗങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കാറുള്ളത്. ഇവിടെ മത്തായിയും മർക്കോസും അവൻ തൻ്റെ വൃതന്മാരെ കൂട്ടിച്ചേർക്കും എന്ന് പറയുമ്പോൾ ലൂക്കോസ് പറയുന്നത് നിങ്ങളുടെ വീണ്ടെടുപ്പ്. ആരുടെ വീണ്ടെടുപ്പ്? അത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പാണെന്ന് കഴിഞ്ഞ എപ്പിസോഡ് വരെയുള്ള ഭാഗങ്ങൾ വിശദമായി കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. എന്നാൽ ഇവിടെ അതിന് വീണ്ടും ചില തെളിവുകൾ നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ന്റെ 28-ലാണ് നമ്മൾ വായിച്ചത്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ എന്ന് പറയുന്നത്. എന്നാൽ അതിന് തൊട്ട് മുകളിലുള്ള ഒരു ഭാഗം 24-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ, ഇസ്രായേലിനെ, യഹൂദനെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകും. ഈ ബദ്ധരായി കൊണ്ടുപോയവരെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്.
ചിതറിക്കപ്പെട്ടവരെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. അവർക്കാണ് വീണ്ടെടുപ്പ് ആവശ്യമായി വരുന്നത്. വീണ്ടെടുക്കപ്പെടേണ്ടതും കൂട്ടിച്ചേർക്കപ്പെടേണ്ടതും ഈ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോയവരാണ്. സഭയെ അങ്ങനെ ബദ്ധരായി കൊണ്ടുപോകും, അടിമകളായി പിടിക്കപ്പെടുമെന്നൊക്കെയുള്ളതായിരിക്കുന്ന ദുർവ്യാഖ്യാനം ചെയ്താൽ മാത്രമേ പോസ്റ്റ് ട്രിബുലേഷൻ സിദ്ധാന്തം സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ വ്യക്തമാണ്, ഈ ബദ്ധരായി കൊണ്ടുപോകപ്പെടുന്നവരാരാണോ അവർക്കാണ് വീണ്ടെടുപ്പ് ആവശ്യം, അവരെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്ന് മത്തായി 24:31 വായിക്കുന്നു. ഇതോടനുബന്ധിച്ച് ചില പഴയ നിയമ വാഗ്ദത്തങ്ങൾ കൂടെ നമ്മൾ വായിച്ചാൽ ഈ ആശയം, ഞാൻ പറഞ്ഞു വരുന്ന ആശയം കുറച്ചുകൂടെ വ്യക്തമാകും. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും, അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. എത്ര വ്യക്തമായിട്ടാണ് സംശയലേശമെന്നെ, സംശയങ്ങൾക്ക് ഇട കൊടുക്കാതെ വണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിനക്കുള്ളവർ, ഇത് പലസ്തീനിയൻ ഉടമ്പടി, മോശ മുഖാന്തരം പലസ്തീനിയൻ ഉടമ്പടി ഉറപ്പിക്കുന്ന രംഗമാണ്. അതായത് അബ്രഹാമി ഉടമ്പടിയുടെ വിപുലീകരണവും സ്ഥിരീകരണവുമാണ് ഈ ആവർത്തനം 30-ന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഭാഗത്ത് അതിൻ്റെ 4-5 വാക്യങ്ങളിലാണ് നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. എവിടേക്ക് കൂട്ടിച്ചേർക്കും? അവിടെ നിന്ന് നിന്നെ കൊണ്ടുവരും. എവിടേക്ക് കൊണ്ടുവരും? നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും, നീ അത് കൈവശമാക്കും. അതുപോലെ നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചാലും ഇതേ കാര്യം അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നെഹമ്യാവ് 1:9: എന്നാൽ നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെ എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമെന്ന് നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതേ ആശയം യെശയ്യാവ് 11:12 എസക്കിയേൽ 11:17 എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന വൃതന്മാർ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയ്ക്കനന്തരം അർമഗദോൻ യുദ്ധത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കർത്താവ് ഇറങ്ങി വന്ന് ആ വരവിനോട് അനുബന്ധിച്ച് കർത്താവ് കൂട്ടിച്ചേർക്കുന്ന വൃതന്മാർ, വീണ്ടെടുക്കുന്നവർ എന്ന് പറയുന്നത് യഹൂദ ജാതിയുടെ വീണ്ടെടുപ്പാണ്, യഹൂദ ജാതിയുടെ കൂട്ടിച്ചേർക്കലാണ്. അവിടെ വൃതന്മാർ, ദ എലക്ട് എന്ന് പറയുന്നത് യഹൂദ ശേഷിപ്പാണ്. അത് ഇവിടെ വളരെ വ്യക്തമാണ്. ആരെയാണ് കൂട്ടിച്ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിതറിപ്പോയവരെ, ബദ്ധരായി പിടിക്കപ്പെട്ടു പോയവരെയാണ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ആരാണ് ചിതറിപ്പോയവർ? ഇസ്രായേൽ ജാതിയാണ് ബദ്ധരാക്കി കൊണ്ടുപോകപ്പെട്ടവർ. ലൂക്കോസ് 20:24 അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധന്മാരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടി കളയുകയും ചെയ്യും. അപ്പോൾ ഇസ്രായേലിനെയാണ് കൂട്ടിച്ചേർക്കുന്നത്. ഇനി എവിടെയാണ് കൂട്ടിച്ചേർക്കുന്നത്? എവിടെയാണ് കൂട്ടിച്ചേർക്കുന്നത്? യെരൂശലേമിൽ തന്നെ, ഭൂമിയിൽ തന്നെ. നാം ആവർത്തനത്തിലും നെഹമ്യാവിലും എല്ലാം വായിച്ചു, കൈവശമായിരുന്ന ദേശത്തേക്ക്, നിന്റെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ആ ദേശത്തേക്ക്, യെരൂശലേമിലേക്ക് നിന്നെ കൊണ്ടുവരും. അവിടെയാണ് കൂട്ടിച്ചേർക്കുന്നത്. വീണ്ടെടുത്ത് കൊണ്ടുവന്ന് അവരെ നടുന്നത് യെരൂശലേമിലാണ്. അപ്പോൾ ആ ഭാഗം ഒന്നുകൂടെ വിശദമാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഈ കൂട്ടിച്ചേർക്കൽ സാധ്യമാകുന്നത്, ഇവരെ കൂട്ടിച്ചേർക്കുന്നത് മധ്യാകാശത്തല്ല, ഇവരെ കൂട്ടിച്ചേർക്കുന്നത് ഭൂമിയിൽ തന്നെയാണ്. ഇവരെ കൂട്ടിച്ചേർക്കുന്നത്, ഇസ്രായേലിൻ്റെ ശേഷിപ്പിനെ കൂട്ടിച്ചേർക്കുന്നത് യെരൂശലേമിൽ തന്നെയാണ് എന്നുള്ളതിന് ചില തെളിവുകൾ പുതിയ നിയമത്തിൽ നിന്ന് നൽകുവാൻ ആവശ്യമായിട്ടുണ്ട്. നമ്മൾ മത്തായി സുവിശേഷം 13-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ ലോകാവസാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ഭാഗമാണതും. അവിടെ സ്വർഗരാജ്യത്തിൻ്റെ ഉപമകൾ പറയുന്ന സമയത്ത് ഈ യാഥാർത്ഥ്യങ്ങളും അതോട് ചേർത്ത് അവിടെ വിശദമാക്കുന്നുണ്ട്. വൃതന്മാരെ മാത്രമല്ല കൂട്ടിച്ചേർക്കുന്നത്,
അവിടെ മറ്റൊരു കൂട്ടിച്ചേർക്കൽ കൂടെ നടക്കുന്നുണ്ട്. ഇതും നമ്മൾ മനസ്സിലാകുന്നത്, പഠിക്കുന്നത് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഭാഗമാണ്. അതുകൂടെ ഇതോട് ചേർത്ത് ഞാനൊന്ന് വിശദീകരിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കളയുടെ ഉപമ കർത്താവ് തെളിയിച്ചു കൊടുക്കുന്ന രംഗമാണ്. ഈ കളയുടെ ഉപമ കർത്താവ് തെളിയിച്ചു കൊടുക്കുമ്പോൾ മത്തായി 13:39 പറയുന്നു, കൊയ്ത്ത് ലോകാവസാനം. കൊയ്ത്ത് ലോകാവസാനം. 40-ാമത്തെ വാക്യം, കൊയ്യുന്നവർ ദൂതന്മാർ, കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും, മഹാകാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ യുഗാന്ത്യത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കൂട്ടരെയും കൂട്ടിച്ചേർക്കുന്നതായിട്ട് ഈ വാക്യങ്ങളിൽ വ്യക്തമാണ്. കൊയ്ത്ത് ലോകാവസാനമാണെന്നും കൊയ്യുന്നവർ ദൂതന്മാരാണെന്നും കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കുമെന്നും അങ്ങനെ മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയുന്ന ഒരു സംഭവം കൂടെ മഹത്വ പ്രത്യക്ഷതയ്ക്കനന്തരം സംഭവിക്കുന്നുണ്ട്. മഹത്വ പ്രത്യക്ഷതയ്ക്ക് അനന്തരം സംഭവിക്കുന്നുണ്ട്. ഇതിന് നമുക്കറിയാം, ദൈവസഭയുടെ ഉൽപ്രാപണവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത സംഭവങ്ങളാണ് മഹത്വ പ്രത്യക്ഷതയിങ്കൽ നടക്കുന്നത്. മഹത്വ പ്രത്യക്ഷതയിങ്കൽ നീതിമാന്മാർ മാത്രമല്ല, വൃതന്മാർ മാത്രമല്ല, ദുഷ്ടന്മാരും കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ഇറങ്ങി വന്ന് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നത് പോലെ തന്നെ തൻ്റെ രാജ്യത്തിൽ അധർമ്മം പ്രവർത്തിക്കുന്ന, ഇടർച്ചകൾ പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർക്കുന്നു. ഇനി ഈ രണ്ട് കൂട്ടിച്ചേർക്കലുകളും അപ്പോൾ നടക്കുന്നുണ്ട് തൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് അനന്തരം. ഇതിലാരെയാണ് ആദ്യം കൂട്ടിച്ചേർക്കുന്നത്? ഈ ആശയങ്ങൾ വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നമ്മൾ പരിശോധിച്ചാൽ, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കളപറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഗ്യാദർ അപ്പ് ദ ടയേഴ്സ് ആൻഡ് ബൈൻഡ് ദം ഇൻ ബണ്ടിൽസ്. ഫസ്റ്റ് ആദ്യം കൂട്ടിച്ചേർക്കുന്നത് വൃതന്മാരെ അല്ല, ദുഷ്ടന്മാരെയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെയാണ്. അവരെയാണ് കർത്താവ് ആദ്യം കൂട്ടിച്ചേർത്ത് അവരെയാണ് തീച്ചൂളയിലേക്ക് ഇട്ട് കളയുന്നത്. അപ്പോൾ ആദ്യം കൂട്ടിച്ചേർക്കുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെയാണ്, അവരെ തീച്ചൂളയിൽ ഇട്ട് കളയുകയാണ്. അതിനുശേഷം ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നു. സഹസ്രാബ്ദ രാജ്യപ്രവേശനത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്, ഒരാശയമാണ്. അത് 43-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമാണ്. മത്തായി 13:41 അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അപ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്നവർ സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് പ്രവേശിക്കും, വീണ്ടെടുക്കപ്പെടുന്നവർ സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് പ്രവേശിക്കും, അല്ലാത്തവരെ തീച്ചൂളയിലേക്ക് ഇട്ടുകളയും. വെള്ളസിംഹാസന ന്യായവിധി, അത് ഈ പഠനത്തിൻ്റെ അന്ത്യഭാഗത്ത് നമ്മളത് ചിന്തിക്കുന്നുണ്ട്. വെള്ളസിംഹാസന ന്യായവിധിയെങ്കിൽ മരിച്ചവർ ആബാലവൃദ്ധമാണ് ആ ന്യായവിധിക്കായിട്ട് വരുന്നത്. എന്നാൽ ഇവിടെ ജീവനോടെ ഇരിക്കുന്ന, മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന, ഇടർച്ചകൾ പ്രവർത്തിക്കുന്ന, അധർമ്മം പ്രവർത്തിക്കുന്ന ആളുകളെ അവരെ തീച്ചൂളയിലേക്ക് ഇട്ട് കളയുകയാണ്. അപ്പോൾ അതിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് അനന്തരം ആദ്യം ദുഷ്ടന്മാരെ കൂട്ടിച്ചേർത്ത് അവരെ തീച്ചൂളയിലേക്ക് ഇട്ടുകളയുകയും അതോടൊപ്പം ഇസ്രായേല്യ വൃതന്മാരെ സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ തൻ്റെ മഹത്വ പ്രത്യക്ഷതയിങ്കൽ നടക്കുന്നത് ന്യായവിധിയും സഹസ്രാബ്ദ രാജ്യപ്രവേശനവുമാണ്. വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ, പീഡനാനന്തരമുള്ള കഷ്ടം കഴിഞ്ഞുള്ള വരവിങ്കൽ, ഹർമഗദോൻ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കുവാൻ വരുന്ന വരവിങ്കൽ, ക്രിസ്തു മടങ്ങി വന്നതിന് ശേഷം, അവൻ ഇസ്രായേലിന് വേണ്ടി വെളിപ്പെട്ടതിന് ശേഷം, രാജാവായി വെളിപ്പെട്ടതിന് ശേഷം അവിടെ ന്യായവിധിയും സഹസ്രാബ്ദ രാജ്യപ്രവേശനവുമാണ് സാധ്യമാകുന്നത്. സഹസ്രാബ്ദ രാജ്യപ്രവേശനവുമാണ് സാധ്യമാകുന്നത്. അപ്പോൾ ഇത് രണ്ട് കൂട്ടിച്ചേർക്കലും
ഭൂമിയിൽ തന്നെയാണ്, യെരുശലേമിൽ തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തമാക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ മത്തായി സുവിശേഷം 13-ാം അധ്യായം 49-ാമത്തെ വാക്യം വായിച്ചാൽ അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും. അപ്പോൾ നീതിമാന്മാരുടെ ഇടയിൽ നിന്നാണ് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയുന്നത്. അപ്പോൾ ആദ്യം ദുഷ്ടന്മാരെ വേർതിരിക്കുന്നു എന്നുള്ള ആശയം വളരെ വ്യക്തമാണ്. കാരണം നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് അവരെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ആദ്യം നീതിമാന്മാരെ കൂട്ടിച്ചേർത്താൽ പിന്നീട് അവരുടെ ഇടയിൽ നിന്ന് കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നതിൽ സാങ്കത്യമില്ല. അപ്പോൾ നീതിമാന്മാരുടെ ഇടയിൽ നിന്നാണ് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയുന്നത്. അപ്പോൾ ആദ്യം ദുഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും ഭൂമിയിൽ തന്നെയാണ്. അവരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കണമെങ്കിൽ രണ്ടു കൂട്ടരും ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ കർത്താവ് ഇറങ്ങി വരുന്ന 1000 വിശുദ്ധന്മാരുമായിട്ട്, അല്ലെങ്കിൽ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ മഹാകാഹള ധ്വനിയോടുകൂടെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ വീണ്ടെടുക്കുന്ന, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് സന്തോഷിപ്പിനെന്ന് പറഞ്ഞതായിരിക്കുന്ന ആ ഇസ്രായേലിലെ വീണ്ടെടുപ്പ്, ആ വീണ്ടെടുപ്പിനായിട്ട് ഇറങ്ങി വരുന്ന കർത്താവ് ആദ്യം ചെയ്യുന്നത് തൻ്റെ രാജ്യത്തിൽ നിന്ന് ദുഷ്ടന്മാരെ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് കെട്ടുകളായി കെട്ടി കള സമ്പൂർണ്ണമായിട്ട് നീക്കി അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ട് കളയുകയാണ്. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്ന തീച്ചൂളയിലേക്ക് അവരെ ഇട്ട് കളയുകയാണ്. നീതിമാന്മാർ പിതാവിൻ്റെ രാജ്യത്തിലേക്ക്, സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഇതാണ് മഹത്വ പ്രത്യക്ഷതയിങ്കൽ നടക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ ഇതുവരെ നാം ചിന്തിച്ച വേദഭാഗങ്ങളെ ഉൽപ്രാപണമായി, ദൈവസഭയുടെ ഉൽപ്രാപണ വേദഭാഗവുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ എത്രയും വ്യത്യസ്തമായ സംഭവങ്ങളാണ് ഉൽപ്രാപണത്തിങ്കിൽ നടക്കുന്നത്. അതായത് മഹത്വ പ്രത്യക്ഷതയ്ക്ക് 7 വർഷം മുൻപ് നടക്കുന്ന ദൈവസഭയുടെ ഉൽപ്രാപണം, മഹോപദ്രവത്തിന് മുൻപുള്ള ദൈവസഭയുടെ ഉൽപ്രാപണം, ഈ 2 പതനങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 2 പതനങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്രാപണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. അപ്പോൾ ഉൽപ്രാവണത്തിങ്കിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? മഹത്വ പ്രത്യക്ഷതയിങ്കൽ ന്യായവിധിയും സഹസ്രാബ്ദ രാജ്യപ്രവേശനവും നടക്കുമ്പോൾ അതിന് 7 വർഷം മുൻപുള്ള ഉൽപ്രാവണത്തിങ്കൽ ദൈവസഭയുടെ എടുക്കപ്പെടലിൽ നടക്കുന്നത് തീർത്തും വ്യത്യസ്തമായിരിക്കുന്ന മറ്റു സംഗതികളാണ്. പൗലോസ് പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നു. അവിടെ പുനരുത്ഥാനം സംഭവിക്കുകയാണ്. ഉൽപ്രാവണത്തിങ്കൽ പുനരുത്ഥാനം സംഭവിക്കുകയാണ്. മാത്രമല്ല പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് മേഘങ്ങൾ എടുക്കപ്പെടുകയാണ്. ഒരു രൂപാന്തരം സംഭവിക്കുകയാണ്. അപ്പോൾ പുനരുത്ഥാനവും രൂപാന്തരവും എടുക്കപ്പെടലുമാണ് സംഭവിക്കുന്നത്. അവിടെ കൂട്ടിച്ചേർക്കലാണ് നടക്കുന്നത്. യെരുശലേമിൽ ഭൂമിയിലുള്ള കൂട്ടിച്ചേർക്കൽ, ആദ്യം ദുഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു, പിന്നീട് വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നു. നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കുന്നു. അത് ഭൂമിയിൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഉൽപ്രാവണത്തിങ്കൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കർത്താവ് ആദ്യം കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഒരു പുനരുത്ഥാനം അവിടെ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ രൂപാന്തരം സംഭവിക്കണം. പുനരുത്ഥാനവും രൂപാന്തരവുമാണ്. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ, ഇപ്പം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോടെ ശേഷിക്കുന്നവർക്ക് രൂപാന്തരം സംഭവിക്കുന്നു. ഈ 2 കൂട്ടരും കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയാണ്. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവ് ഒലിവുമലയിലേക്ക് ഇറങ്ങി വന്ന് ദുഷ്ടന്മാരെയും വേർതിരിച്ച് വൃതന്മാരെ കൂട്ടിച്ചേർത്ത് വൃതന്മാരെ സഹസ്രാബ്ദത്തിലേക്കും ദുഷ്ടന്മാരെ തീച്ചൂളയിലേക്കും എറിഞ്ഞു കളയുകയാണ്. വ്യത്യസ്തമായിരിക്കുന്ന 2 പതനങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മഹത്വ പ്രത്യക്ഷത എന്നും ദൈവസഭയുടെ ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടൽ എന്ന് പറയുന്ന 2 വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് എന്നുള്ളതിന് ആധികാരികമായ തെളിവുകൾ തിരുവെഴുത്തിൽ നൽകുവാനായിട്ട് സാധിക്കും.
അപ്പം മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ് നാം ഇതുവരെ ചിന്തിച്ചു വന്നത് എങ്കിൽ ഇനി ചില എപ്പിസോഡുകൾ, ഇനി ചില ക്ലാസ്സുകൾ ഉൽപ്രാപണത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. മഹത്വ പ്രത്യക്ഷത ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ അവർക്ക് നീതി സൂര്യനായി വെളിപ്പെടുന്നതാണെങ്കിൽ, വെളിപ്പെടുന്ന കർത്താവ് ദുഷ്ടന്മാരെ വേർതിരിച്ച് കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ടുകളയുന്നത് പോലെ, നീതിമാന്മാരെ വേർതിരിച്ച് പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പോലെ, അതിന് മുൻപ് 7 വർഷം മുമ്പ് നടക്കുന്ന ഉൽപ്രാപണത്തിങ്കൽ സഭയുടെ എടുക്കപ്പെടലിൽ ഇതാ പുനരുത്ഥാനവും രൂപാന്തരവുമാണ് സംഭവിക്കുന്നത്. പുനരുത്ഥാനവും രൂപാന്തരവും സംഭവിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാനായിട്ട് അവർ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന സംഭവമാണ് ദൈവസഭയുടെ ഉൽപ്രാപണം. അത് സംബന്ധമായി കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ, തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.